തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ അവരേറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയും ദൈവത്തോട് കൂടെയായിരിക്കുന്നതിനുമാണ്. പ്രത്യേകിച്ച് കൊച്ചു ത്രേസ്യ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ദൈവത്തെ ക്ഷണിച്ചു വരുത്തി ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് പൂർണ്ണമായും ദൈവത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ എല്ലാ വിശുദ്ധരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒത്തിരി സമയം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. വിശുദ്ധർക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആ തരത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ ദൈവത്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്, ദൈവമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആധ്യാത്മിക കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യമേറിയത്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ എത്രത്തോളം ഇതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ കർത്താവ് എന്നെക്കുറിച്ച് എന്ത് പറയുന്നത്? ഞാൻ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ദൈവത്തോടെ വിശ്വസ്തയോടെ സ്നേഹിക്കുന്നുവെന്ന് ദൈവം എന്നോട് പറയും. ഒരു ചെറുപ്പക്കാരനോട് ഈശോ പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന്. ഇതുപോലെ ഒരു വാക്ക് കർത്താവിൽ നിന്ന് കേൾക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? മകനെ, മകളെ, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന്. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നത്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അപ്പം ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതായത് പൂർണ്ണ ഹൃദയത്തോടെ, ഒരല്പം പോലും ബാക്കിയില്ലാതെ മുഴുവൻ സമയ ശുശ്രൂഷയും ദൈവത്തിനായിട്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരല്പം പോലും ബാക്കി വെക്കാതെ എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ, എൻ്റെ ഹൃദയത്തിലും മറ്റൊന്നിനും സ്ഥാനമില്ല, എൻ്റെ ആത്മാവിലും മറ്റൊന്നിനും എനിക്ക് ഞാൻ സ്ഥാനം കൊടുക്കുന്നില്ല. ഞാൻ മറ്റൊരു ശക്തിയും എൻ്റെ ശക്തി ഉപയോഗിച്ച് മറ്റൊന്നിനെയും ഞാൻ സ്നേഹിക്കുകയോ ഞാൻ അതിനു വേണ്ടി ഞാൻ അധ്വാനിക്കുകയോ ചെയ്യുന്നില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണമെന്ന് പറയുന്നു ഈ വചനം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഹൃദയത്തിലുണ്ടാകുന്നതിൻ്റെ പ്രത്യേക, ഹൃദയത്തിൽ ഉള്ള വചനം ഒരിക്കലും നമ്മളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഞാൻ എന്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും ഞാൻ എപ്പോഴും ഓർക്കുക. ഞാൻ ആരെയാണോ കൂടുതൽ സ്നേഹിക്കുക അതിനെക്കുറിച്ചായിരിക്കും ഞാൻ എപ്പോഴും ഓർക്കുക. അപ്പോൾ ഹൃദയത്തിലുള്ളതിൻ്റെ പ്രത്യേകത ഏതാണ്? ഹൃദയത്തിൽ ഞാൻ എന്തെന്നനുസരിക്കുന്നു അതിനെക്കുറിച്ചായിരിക്കും എൻ്റെ എപ്പോഴുമുള്ള ചിന്ത. അതാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. ആ ഹൃദയത്തിൽ നീ എപ്പോഴും എന്ത് വച്ചിരിക്കുന്നുവോ അതായിരിക്കും നിൻ്റെ ചിന്തയും എപ്പോഴത്തെ നിൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനവും. അപ്പോൾ ഇത് ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് പറയും. ജാഗരൂകതയോടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് ഞാൻ ഈ ഒരു ചിന്ത നൽകിയിട്ട് വേണം ഞാൻ കടന്നു പോകുവാൻ. അടുത്ത തലമുറയെ ഞാൻ ഇതേ വിശ്വാസത്തിൽ വളർത്തണം. എൻ്റെ വിശ്വാസം ഞാൻ അവർക്ക് അതേ രീതിയിൽ പകർന്നു കൊടുക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ മക്കളും എൻ്റെ കുടുംബാംഗങ്ങളും കൂടി ദൈവത്തെ അതുപോലെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം.
ഞങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരിയേറെ വിശ്വാസത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തികൾ, അപ്പോൾ അവർ പോയി ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് വന്ന് ഒരാഴ്ച നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു ചിന്ത, എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഈ ദൈവാനുഭവം എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും കിട്ടണം. അവൻ ഓരോരുത്തരെ അങ്ങോട്ടേക്ക് ധ്യാനിക്കാൻ പറഞ്ഞു വിടും. അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്തിനാണ്? എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ കൃപ അത് ബാക്കിയുള്ളവർക്കും ലഭിക്കണം. ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയാൻ ഇങ്ങനെ ഒരു തീഷ്ണത കൂടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വീട്ടിൽ നീ എന്തൊക്കെയോ ചെയ്യുന്നു, അപ്പോഴെല്ലാം നിൻ്റെ ഹൃദയത്തിൽ നീ നിറച്ചിരിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ നീ നിറച്ചിരിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് നീ ചിന്തിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പിന്നെയോ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു ചിന്തയോടെയാണോ കിടന്നുറങ്ങുന്നത് അതേ ചിന്തയോടെയായിരിക്കും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മനസ്സിലാദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവവചനം വായിച്ച് ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങണമെന്ന് പറയുന്നത്. വചനം വായിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ രാത്രി മുഴുവൻ എൻ്റെ ബുദ്ധിയിലും ഓർമ്മയിലും എൻ്റെ ഉപബോധ മനസ്സിലും ദൈവത്തിൻ്റെ ആ വചനം നിറഞ്ഞു നിൽക്കുമ്പോൾ അതെനിക്കൊരു അനുഗ്രഹമായി അതെന്നെ വളർത്തും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്നുമെല്ലാം അന്യചിന്തകളും പാപചിന്തകളും തിന്മകളും ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളും ഈ ലോക താല്പര്യങ്ങളുമെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രാത്രി യാത്ര ചെയ്യുമ്പോൾ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനം നിൻ്റെ ഉള്ളിലുണ്ടാകണമെന്ന നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ ശക്തി ഇത് മുഴുവനും ദൈവത്തിന് വേണ്ടിയായിരിക്കണം. ഇത് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പൂർണ്ണമായും ദൈവത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്ന്. അതായത് ഒരു മുഴുവൻ സമയ ശുശ്രൂഷയാണ് നമ്മുടേത്. ജീവിതകാലം മുഴുവനും ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഒരു ജീവിതമാണ് നന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ നമുക്ക് പാടുള്ളൂ. അപ്പം ബാക്കിയെല്ലാം ദൈവം നമുക്കായിട്ട് ഒരുക്കിത്തരും. സാമുവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ മാനിച്ചാൽ ദൈവം എന്നെയും മാനിക്കും. ഞാൻ ദൈവത്തെ മാനിക്കുകയാണെങ്കിൽ ദൈവം എന്നെയും മാനിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സുണ്ടെങ്കിൽ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. സമ്പത്തിനും വ്യക്തികൾക്കും സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും എൻ്റെ കഴിവുകൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്നത് ഈ ദൈവപ്രമാണത്തിൻ്റെ ലംഘനമാണ്. 1-ാം പ്രമാണത്തിൻ്റെ ലംഘനമായി തീരും. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമ്പത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ആരെയൊക്കെയോ വ്യക്തികളെ സ്നേഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ലഭിക്കാനിരിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ കുതറി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികാരങ്ങൾക്കും കഴിവുകൾക്കും. ഇനി എൻ്റെ കഴിവുകളൊക്കെ എങ്ങനെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും? എൻ്റെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും? എൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തികളെ എങ്ങനെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും? അങ്ങനെ അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ ദൈവം ഔട്ടായിരിക്കും. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടായിരിക്കുകയില്ല. എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നിനും എനിക്ക് ആകുലപ്പെടേണ്ടി വരില്ല. ഇന്ന് ദൈവാരാധനയും കുദാശകളുടെ സ്വീകരണവും പ്രാർത്ഥനകളും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദൈവാരാധന, പ്രാർത്ഥന, കുദാശകളുടെ സ്വീകരണം എല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നടത്തും. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വിശ്വാസം, ഇതൊക്കെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ എവിടെയോ അപകടം പതിയിരിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ വിശ്വാസം എവിടെയാണ്? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ പകുതി മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട്, അല്ലെങ്കിൽ സമ്പത്തിന് കൊടുത്തിട്ട് ബാക്കി എൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുക, ദൈവം അതൊരിക്കലും സ്വീകരിക്കില്ല. ദൈവം സ്വീകരിക്കുന്നത് പൂർണ്ണ ഹൃദയമാണ്. പൂർണ്ണ ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് പകരം മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കുന്നത് തെറ്റാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അപ്പം ദൈവത്തെക്കാൾ കൂടുതലായി ഞാൻ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നുവോ അതൊക്കെ എന്നെ വിട്ടകലാൻ ദൈവം ഇടയാക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ എൻ്റെ ദൈവത്തെക്കാൾ കൂടുതലായി മറ്റെന്തിനെങ്കിലുമൊക്കെ ജീവിതത്തിൽ കൂടുതൽ സ്ഥാനം നൽകി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടമാകാൻ ദൈവം ഇടയാക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്, ചില മാതാപിതാക്കളെങ്കിലും ദൈവത്തെക്കാൾ കൂടുതലായി തങ്ങളുടെ മക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയുള്ള കരുതലും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്നും അവരെ തടയുകയും ആ മക്കളിൽ നിന്ന് തന്നെ തിക്ത അനുഭവങ്ങൾ അവർക്ക് ലഭിക്കാൻ ഇടയാവുകയും ചെയ്യും. ദൈവത്തെ പൂർണ്ണമായും സ്നേഹിച്ചതിന് ശേഷം ബാക്കി എന്തൊക്കെ ചെയ്താലും അവിടെയെല്ലാം ദൈവം അത് അനുഗ്രഹമാക്കി ദൈവം തീർക്കും. ഹബക്കൂക്ക് പ്രവാചകൻ 2-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം പറയുന്നു, ഹൃദയപരമാർത്ഥതയില്ലാത്തവർ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഹൃദയപരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും. അതൊരു സത്യമാണ്, വചനമാണിത് പറയുന്നത്. ഹൃദയപരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും, എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. അപ്പോൾ അവൻ ദൈവത്തോടുള്ള വലിയ വിശ്വസ്തനാണ്. ദൈവത്തോട് വലിയ വിശ്വസ്തനായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവും വരാതെ ദൈവം അവനെ സംരക്ഷിക്കും. കാരണം എൻ്റെ ദൈവത്തെ വിട്ടിട്ട് എനിക്കൊരു ഏർപ്പാടുമില്ല. എൻ്റെ ദൈവത്തെ വിട്ടിട്ട് ഞാൻ മറ്റൊന്നിനും പോവുകയില്ല. ഞാൻ എന്താണ് എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ദൈവത്തെ കാണാതെ, ദൈവത്തെ ഒളിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പ്രതിഷ്ഠിക്കാൻ സാധിക്കുമോ? ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച ഈ ദൈവത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ അന്തരംഗങ്ങൾ മുഴുവനും അറിയുന്ന എൻ്റെ ഈ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും മറച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കുമോ? ദൈവം കാണാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ? അപ്പം ഞാൻ എന്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് എൻ്റെ ദൈവം വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഓർക്കുന്ന ഒരിക്കലും ഒരു കുടുംബനാഥൻ, അവനൊരു ടാക്സി വണ്ടി ഓടിക്കുന്ന മനുഷ്യനാണ്. അവൻ പള്ളിയിൽ പോരാനായിട്ട് രാവിലെ ഒരുങ്ങുന്ന സമയത്താണ് എവിടെയോ ദൂരെ യാത്രയ്ക്ക് പോകണമെന്നും പറഞ്ഞ് അവൻ്റെ വണ്ടിയെ ആ വണ്ടിയും കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നത്. അപ്പം ഞായറാഴ്ചയാണ്, കടമുള്ള ദിവസമാണ്, പള്ളിയിൽ പോകേണ്ട ദിവസമാണ്. ഈ ഒരു കോള് കിട്ടിയപ്പോൾ അവൻ അതെല്ലാം മറന്നു. എനിക്ക് പള്ളിയിൽ പോകണമെന്നൊരു വാക്കുപോലും പറയാതെ, പള്ളിയിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ വളരെ വേഗം ഒരുങ്ങി വണ്ടി തയ്യാറാക്കി അവൻ ആ യാത്രയ്ക്ക് ആ ടാക്സി വിളിച്ചവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. ഞായറാഴ്ച അവനൊരു പ്രശ്നമല്ലാതായി തീർന്നു. ആ വാഹനം തനിക്ക് തന്നത് ദൈവമാണെന്ന് അവൻ ഓർത്തില്ല. ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന എനിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് അവൻ ഓർത്തില്ല. കാരണം ഈ വണ്ടി ഓട്ടത്തിലൂടെ അവന് ലഭിക്കുന്ന ലാഭം മാത്രം അവൻ കണ്ണുവെച്ചാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ അവൻ പൂർണ്ണമായും ദൈവത്തെ പ്രതിഷ്ഠിച്ചുവെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നും നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം താൽക്കാലിക ലാഭങ്ങൾക്കും താൽക്കാലിക സന്തോഷങ്ങൾക്കും വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുന്നത് വലിയൊരു തിന്മയാണെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമാണ്, ഒരു സ്ഥാനമല്ല, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ആ സ്ഥാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഹൃദയപരമാർത്ഥത ഇല്ലാതെ പോകുന്നതിൻ്റെ അടയാളമാണ് ഇത്തരത്തിൽ നമ്മൾ ഇത് ഈ ഒരു അടയാളങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനേക വ്യക്തികളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞായറാഴ്ച ദിവസം സാബത്ത് ദിവസമാണ്, കടപ്പെട്ട ദിവസമാണ്, ഒരിക്കലും നമ്മൾ മറ്റ് ജോലികൾക്ക് പോകാൻ പാടില്ലാത്ത ദിവസമാണ്. അത് ദൈവത്തിൻ്റെ വാക്കാണത്. അപ്പോൾ ഈ വാക്കിനെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും നമ്മൾ മറ്റ് ജോലികളിലേക്ക് ഏർപ്പെടുമ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് പറയുന്ന ഹൃദയപരമാർത്ഥത നമുക്ക് ഇല്ലാതെ പോവുകയാണ്. അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് അനുദിന ജീവിതത്തിലെ കർത്തവ്യങ്ങളും കടമകളും ഞാനും ദൈവവുമായുള്ള കടമകൾ നിർവഹിക്കുന്നതിന് തടസ്സമായി നിൽക്കാൻ പാടില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വഴി നോക്കി പോകുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ച് കളയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം. ആ പ്രിയപ്പെട്ട മകൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ആ പിതാവ് കാത്തിരിക്കുകയാണ്, ഇവൻ എന്നാണ് വരുന്നത് എന്ന് നോക്കി.
ഇവൻ്റെ തിരിച്ചുവരവാണ് നോക്കിയിരിക്കുന്നത്. ഈ പിതാവ്, സ്വർഗീയ പിതാവ്, തൻ്റെ മക്കളെക്കുറിച്ചെല്ലാം ഉള്ള പദ്ധതി ഇങ്ങനെയാണ്. അകലെ വെച്ച് തന്നെ ആ പിതാവിന് ആ മകനെ കണ്ടപ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റി. ബാക്കി ആർക്കും തിരിച്ചറിയില്ല. ആ കുടുംബത്തിലുള്ള ആരും അകലെ വെച്ച് അവനെ കണ്ടില്ല. വീട്ടിൽ കയറി വന്നപ്പോഴാണ് കാണുന്നത്. കാരണം എന്താണ്? ഈ പിതാവ് അവൻ പോയതിൽ പിന്നെ കണ്ണും നട്ട് ഇരിക്കുകയാണ്. ഈ കണ്ണും നട്ടിരിക്കുന്ന ഒരു സ്നേഹമാണ് നമ്മളെയും കാത്തിരിക്കുന്നത്. അപ്പം ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകി എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റെന്തെങ്കിലും, പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചാൽ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കരുതലും അധ്വാനവും ബൗദ്ധിക സമ്പത്തിന് വേണ്ടി ആണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. നമ്മുടെ ശ്രദ്ധയും നമ്മുടെ എല്ലാ കരുതലും അധ്വാനവും ഭൗതിക സമ്പത്തിന് വേണ്ടിയാണ് എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സമ്പത്ത് വഴുതിപ്പോകും എന്നുള്ളത് 100% ഉറപ്പ്. കാരണം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിന് പകരം സമ്പത്തിനെയും ജീവിത സൗകര്യങ്ങളെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാൻ അധിക താമസമില്ല, അധിക കാരണങ്ങളും വേണ്ട. ഹബക്കുക്ക് പ്രവാചകൻ 2-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം എന്നാണ് പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്. ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിനാണ് എല്ലാവരും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത്. കാരണം എനിക്ക് ഇപ്പോഴുള്ള ഈ ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന, വാനോളം പുകഴ്ത്തുന്ന, എല്ലാ മനുഷ്യരെക്കാൾ വളർന്നു വരുന്ന ഉന്നതത്തിൽ ഞാൻ എത്തണം. അതാണ് ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നത്. ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന്. മറ്റുള്ളവരെല്ലാം താഴെയാണ്, ബാക്കിയുള്ള മനുഷ്യരൊക്കെ താഴെ ജീവിക്കുന്നു. പക്ഷേ എനിക്ക് ഉന്നതത്തിൽ കൂടുകൂട്ടണം. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ച് ഞാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് കുടുംബത്തിനു വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. അപ്പോൾ കുടുംബത്തിന് വേണ്ടി ഇത്തരത്തിൽ അധ്വാനിക്കുന്നവന് കഷ്ടം എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹബക്കുക്ക് പ്രവാചകൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും. നമ്മൾ സമുദ്രത്തിൽ ചെല്ലുമ്പോൾ വെള്ളം മാത്രമേ കാണാറുള്ളൂ. സമുദ്രം വലിയ ആഴിയാണ്, വലിയ ആഴമുണ്ട് സമുദ്രത്തിന്. ഈ ആഴക്കടൽ മുഴുവനും സമുദ്രം മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സമുദ്രമെന്ന് വിളിക്കുന്നത്. അപ്പം ജലം സമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയും. ഈ ഭൂമി മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയണം. അപ്പോൾ അതുപോലെയാണ് സമുദ്രം ജലം കൊണ്ട് മൂടിയിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തെ കൊണ്ട് നിറഞ്ഞു മൂടിയിരിക്കണം. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. ഈ ഭൂമിയിലെ ഭൗതിക സമ്പത്ത് കൊണ്ടല്ല നമ്മൾ നിറയേണ്ടത് ജലസമുദ്രത്തെ മൂടുന്നത് പോലെ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി നിറയുന്നു. അപ്പം നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നമ്മളും നിറയുകയും മൂടുകയും ചെയ്യണം. ഇതാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. അപ്പം ജലം സമുദ്രത്തിൽ ഒരു തുള്ളി സ്ഥലം പോലും ഖാലിയില്ല, ഒരല്പം സ്ഥലം പോലും വെള്ളമില്ലാത്തതില്ല. കാരണം അവിടെ മുഴുവനും വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നമ്മളും ഈ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഈ ഭൂമി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതവും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട്, ആ മഹത്വം കൊണ്ട് നമ്മളും നിറയണം. അപ്പം ദൈവിക മഹത്വം നമ്മളിലും നിറഞ്ഞ് വരും. അപ്പം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2088-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, വിവേകത്തോടും ജാഗ്രതയോടും കൂടെ നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കാനും സംരക്ഷിക്കാനും അതിന് വിരുദ്ധമായിട്ടുള്ള എന്തിനേയും പരിത്യജിക്കാനും പ്രഥമ കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്നു. വിവേകത്തോടും ജാഗ്രതയോടും കൂടെ നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കാനും സംരക്ഷിക്കാനും അതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാത്തിനെയും പരിത്യജിക്കാനും ഒന്നാമത്തെ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നുവെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പം നമുക്കവിടെ വിവേകത്തോടും ജാഗ്രതയോടും കൂടെ നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കാനായിട്ട് സാധിക്കണം. വിവേകം വേണം, ജാഗ്രത വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കാനാകും, സംരക്ഷിക്കാനാകും. അതിന് വിരുദ്ധമായി നിൽക്കുന്നതെല്ലാം പരിത്യജിക്കണമെന്ന് ഒന്നാമത്തെ പ്രമാണം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് വിരുദ്ധമായി എന്തൊക്കെ നമ്മളിൽ നിലനിൽക്കുന്നോ അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാമത്തെ അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ തെറ്റായ ഒരു പ്രവൃത്തിയെ ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. യെശയ്യാ 46:6 മുതലുള്ള തിരുവചനങ്ങളിൽ മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു. അതിൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കുന്നു. അവർ അതിനെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല. ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അപ്പം മനുഷ്യൻ അജ്ഞത മൂലം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇസ്രായേൽ ജനം പ്രത്യേകിച്ച് ചെയ്തതാണ്. അവരെ വളരെ വേഗം അന്യദൈവ ആരാധനയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക് അവർ വഴുതി പോകാറുണ്ട്. അതിനുവേണ്ടി എന്ത് പണവും അവർ ചെലവഴിക്കും, എന്ത് ത്യാഗവും അതിനുവേണ്ടി ചെലവഴിക്കും. അതാണ് മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു. അവർക്ക് സ്വർണം കൊടുക്കുന്നതിന് മടിയില്ല, വെള്ളി കൊടുക്കുന്നതിന് മടിയില്ല. അതിനുവേണ്ടി ഒരു കൂലി പണിക്കാരനെ എടുത്ത് അവനെ കൊണ്ട് ഒരു വിഗ്രഹം വാർപ്പിക്കുന്നതിനും അത് ചുമലിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നതിനും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് അവനെ കുമ്പിട്ടാരാധിക്കുന്നതിനും ഇസ്രായേൽ ജനത്തിന് മടിയില്ല. ഈ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ അവർക്ക് മടിയാണ്. എന്തുകൊണ്ട് അവർ ഇതിലേക്ക്, ഈ പാപത്തിലേക്ക് വഴുതിപ്പോകുന്നു? സ്വർണം കൊടുക്കണം, വെള്ളി കൊടുക്കണം, അതിന് പണിക്കാരനെ കൊണ്ടുവരണം, അവർ വിഗ്രഹങ്ങൾ വാർക്കും. ഇതിനെല്ലാം അവർക്ക് സമയമുണ്ട്, ഇതിനെല്ലാം അവർക്ക് ഒരു എതിർപ്പുമില്ല. എങ്ങനെ ഇത് സാധിക്കുന്നു? ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കാനുള്ള, ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രമാണത്തെ ലംഘിക്കാനുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ താല്പര്യത്തെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാമത്തെ അധ്യായത്തിൽ ഈ വചനത്തിലൂടെ നമ്മെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. ധാരാളമായി സ്വർണം കൊടുക്കും അവർ, എന്ത് ത്യാഗവും ചെയ്യും അതിനുവേണ്ടി, അതിനെ ചുമലിൽ വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യാനും അവർക്ക് മടിയില്ല. വീണ്ടും ഈ ദൈവത്തെ അവർ ആരാധിക്കും. എന്നിട്ടോ അതിന് ചലിക്കാനോ, ഒരുവൻ കേണപേക്ഷിച്ചാൽ അതിന് ഉത്തരം മരളാനോ, ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കാനോ ഈ വിഗ്രഹത്തിന് സാധിക്കുകയില്ല. എത്രയോ വിഡ്ഢിത്തരമാണ്, എത്രയോ ചാബല്യമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കാൻ പറഞ്ഞ ഈ ദൈവത്തെ ഉപേക്ഷിച്ച് എത്ര പെട്ടെന്നാണ് അന്യദൈവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കും പലപ്പോഴും പറ്റാറുള്ള വലിയ അബദ്ധമാണ് ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ പലപ്പോഴും അന്യദൈവങ്ങളിലേക്ക് പോലും നമ്മൾ പോവാറുണ്ട്. വിഗ്രഹാരാധനയിലേക്ക് നമ്മൾ പോവാറുണ്ട്. ദൈവം അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളിലേക്ക് നമ്മൾ പോവാറുണ്ട്. എത്ര പെട്ടെന്ന് നമ്മളതിലേക്ക് വഴുതിപ്പോകുന്നു. യെശയ്യാ 46:9-10 ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുവനില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. ദൈവം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല, എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും. കർത്താവ് ഉപദേശിച്ചിട്ടുള്ളതും കർത്താവ് പറഞ്ഞിട്ടുള്ളതും കർത്താവ് പ്രവാചകന്മാർ വഴി സുവിശേഷത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിച്ചത് മുഴുവനും നിലനിൽക്കും എന്ന് പറയുന്നു. അപ്പം വിഗ്രഹാരാധനയ്ക്കായി, ദൈവത്തെ ഉപേക്ഷിക്കാനായി എന്തും ചെലവഴിക്കുന്ന ഒരു സമൂഹം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാതെ മറ്റെന്തിൻ്റെയും പിന്നാലെ, നിലനിൽക്കാത്തതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വഴിവിട്ട വിശ്വാസത്തിലേക്ക് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം എന്തിനെങ്കിലുമൊക്കെ സ്നേഹിച്ച് നമ്മൾ ചെലവഴിക്കുന്ന നമ്മുടെ സമയങ്ങൾ, നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ, ഇതൊക്കെ ദൈവത്തെ കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടി ഒക്കെ ചിലവഴിക്കുന്നു എങ്കിൽ
തിരുത്തുവാനുള്ള ഒരവസരം തിരുസഭ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും സമർപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുവാനുള്ള ഒരു വരം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരൻ്റെ മുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് വഴിതെറ്റിപ്പോവാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.